ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി കുറേ പരീശന്മാര് യേശുവിനോട് ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് യേശുക്രിസ്തുവിനോട് ചോദിച്ചു. അപ്പോൾ യേശുക്രിസ്തു ഒരു നാണയം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ആരുടെ പട കൊടുത്തേക്കണേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കൈസറുടെ പട കൊടുത്തേക്കണേന്ന്. എങ്കിൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ഒരു ദേവാലയത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ രാജ്യത്താണെങ്കിലും എല്ലാം ഒരു നിയമത്തിനും ഓരോരോ സിസ്റ്റത്തിന് കീഴ്പ്പെട്ടാണ് ഞാനും നിങ്ങളെല്ലാം ആയിരിക്കുന്നത്. ആ നിയമത്തെ അനുസരിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള വലിയൊരു കടപ്പാടും ബോധ്യമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ഈ വേദഭാഗം നമ്മെ ബോധ്യം തരികയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറയാണ്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ പറഞ്ഞു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, പാപികൾക്ക് ആശ്വാസമായി, പാവപ്പെട്ടവർക്ക് തണലായി, രോഗികൾക്ക് സൗഖ്യം നൽകാനായി, അനാഥരെ താങ്ങിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ആ ക്രൈസ്തവ മാർഗം ഫോളോ ചെയ്യുന്ന, ക്രൈസ്തവ മാർഗം പിന്തുടരുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കുന്ന നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തോട്, നമുക്കും നാം ആയിരിക്കുന്ന സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട്. അല്ലെങ്കിൽ ഒരു നല്ല പൗരനായി ജീവിക്കുന്നതോടൊപ്പം നമുക്കും ചില ഉത്തരവാദിത്വവും കടമയും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു ബോധം ഈ വേദഭാഗം നമ്മെ വരച്ച് കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുക, കർത്താവായ യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുക, സംസാരിച്ചതുപോലെ സംസാരിക്കാൻ കഴിയുക, നടക്കുന്നത് പോലെ നടക്കാൻ കഴിയുക, അത് അനുഗ്രഹീത ജീവിതമാണ്. ആ ജീവിതത്തിന് വേണ്ടി നമുക്ക് ദൈവം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ. നാം ഇതിനെല്ലാം ഉപരി പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, തിരുവചനം നമ്മെ കാണിച്ചു തരികയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, നാം ഇതിനെല്ലാം ഉപരി നാം ദൈവത്തിന് കീഴ്പ്പെട്ട്, ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ കീഴ്പ്പെട്ട് ദൈവവചനത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് നാം ജീവിക്കേണ്ടതായിരിക്കുന്നു. നമ്മുടെ ഈ ശരീരം അശുദ്ധിയിലേക്ക് പോകാതെ, നമ്മുടെ ഈ ശരീരം വെടുപ്പും വെണ്മയുമുള്ള ശരീരമായി സൂക്ഷിച്ചുകൊണ്ട്, പാവത്തിന് കീഴ്പ്പെടുത്താത്ത, പാവത്തിന് അടിയറ വയ്ക്കാത്ത ഒരു കർത്താവായ യേശുക്രിസ്തുവിനുള്ള ഒരു നല്ല ഒരു എന്താ പറയുക, നല്ലൊരു പാത്രം, നല്ലൊരു കൃപ വരുന്ന, അനുഗ്രഹം ചൊരിയുന്ന പാത്രമായി കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ തക്കവണ്ണം, കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളിൽ പൂജിക്കുന്ന, കർത്താവായ ക്രിസ്തുവിനെ ഉള്ളങ്ങളിൽ വെക്കുന്ന ഒരു കൊട്ടാരമായി അല്ലെങ്കിൽ ഒരു സംഭവമാക്കി ഇരിക്കേണ്ടതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്, സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്, സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്, ദൈവത്തെ പിതാവായി കാണണമെന്ന്, ദൈവത്തെ അപ്പനായി കാണണമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭാഗ്യമാണിത്, ദൈവത്തെ അപ്പനായി കാണാൻ കഴിയുക. ഈ ഭൂമിയിലുള്ള അപ്പൻ നാം ചോദിക്കുമ്പോൾ നല്ല ദാനങ്ങളെ നൽകുമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് അതിലും എത്രയോ അധികമായി നമുക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു, പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്, അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. ആ സ്നേഹനിധിയായ ദൈവം സ്വന്തം അപ്പനായി കാണുവാൻ, സ്വന്തം അപ്പനെ പോലെ കാണുവാൻ, ദൈവത്തെ കാണുവാൻ തക്കവണ്ണം യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു തരികയാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമ്മെ കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നാം വീണ്ടും ചിന്തിക്കുമ്പോൾ
നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പലപ്പോഴും നമുക്ക് ഈ ലോകത്തോട് എന്തൊക്കെയോ ഈ ലോകത്തായി നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളങ്ങളുടെ ഉള്ളറയിൽ നമുക്ക് എന്തൊക്കെയോ ഒരു ഭാരമായി തോന്നുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ പറ്റുമാനം വിട്ടങ്ങൾ പോകുന്നില്ല. ആ ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോട് നാം ഇന്ന് പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകലത്തെയും കുറിച്ച്, പാവത്തെയും നീതിയെയും ന്യായത്തെയും കുറിച്ച് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മെ തന്നെ കാണുവാൻ തക്കവണ്ണം കൃപ തരും. അതിനായി നമ്മെല്ലാവരെയും ദൈവം തമ്പുരാൻ യോഗ്യരായി തീർമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.